സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ഒന്ന് ഡാർക്ക് ആവുന്ന ഫീൽ അല്ലെങ്കിൽ ഒന്ന് ഇരുണ്ട് പോകുന്ന ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഡാർക്ക് ആവാതിരിക്കാനായിട്ട് ഈ 5 റീസൺസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കണ്ടന്റ്സ് മേ ബി നിങ്ങളുടെ സ്കിന്നിന് അലർജിക് ആയിരിക്കാം. അതിൽ ചിലർക്ക് വന്നിട്ട് ഓക്സി ബെൻസോൺ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അലർജിക് ആയിരിക്കും, ചിലർ സിങ്ക് ഓക്സൈഡ് അലർജിക് ആയിരിക്കും, ചിലർ വന്നിട്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് അലർജിക് ആയിരിക്കും. സോ നിങ്ങളുടെ സ്കിന്നിന് എന്താണ് അലർജിക് ആവുന്നത് എന്ന് നോക്കിയിട്ട് ആ കണ്ടന്റ്സ് വരുന്ന സൺസ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫേസ് കവർ ചെയ്യാനായിട്ട്, ഫേസ്, നെക്ക് ആൻഡ് ഇയേഴ്സ് കവർ ചെയ്യാനായിട്ട് നമുക്ക് മിനിമം ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി പറഞ്ഞു വരുന്നത് പൊതുവെ 2 ഫിംഗർ ഓർ 3 ഫിംഗർ റൂൾസിലാണ് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. സോ ആ ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുക. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ജസ്റ്റ് ഫോർമാറ്റിക് മാത്രം അപ്ലൈ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സൺ എക്സ്പോഷർ വന്നിട്ട് കൂടുതൽ ഡാർക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ സൺസ്ക്രീനിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിരിക്കും വിറ്റമിൻ സി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈസിലി എന്താ പറയാ ഓക്സിഡൈസ്ഡ് ആവാൻ ചാൻസസ് കൂടുതലുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സിങ്ക് ഓക്സൈഡ്, ഓക്സിബെൻസിൻ ആൻഡ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്സിഡൈസ് ആവാൻ കുറച്ചുകൂടി ഈസിലി ചാൻസസ് ഉള്ളതാണ്. സോ അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നതും, അതും ഓക്സിഡൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ സൺസ്ക്രീനിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ഡാർക്കർ ആയ ഫീൽ ഉണ്ടാവും, പക്ഷെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പർ സ്കിൻ ടോണിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ലാത്ത സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒക്കെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിലെ കണ്ടന്റ്സ് ഓക്സിഡൈസ് ആവുന്നതാണോ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവാത്ത പ്രോഡക്ട്സ് ആണ് ആ ഒരു സൺസ്ക്രീനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം അലർജിക് ആയിരിക്കും. അങ്ങനെ ആ സ്കിന്നിന് ഓക്സിഡൈസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സൺസ്ക്രീൻ ഇടുമ്പോൾ ഒന്ന് ഇരുണ്ട് പോകുന്ന ഫീൽ വരുന്നത്. സോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. എന്തിന്റെ പേരിലാണെങ്കിലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, കുറച്ചൊന്ന് ഇരുണ്ടിരിക്കുന്ന ഫീൽ വന്നു എന്ന് പറഞ്ഞാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിനെ തന്നെ ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.